പ്രിയപ്പെട്ടവരെ നമസ്കാരം. +1 തുല്യതയുടെ മലയാളം പരീക്ഷയിൽ ചോദിക്കാവുന്ന ചെറിയ ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഭക്തിയും തത്വചിന്തയും ഇടകലർന്നു നിൽക്കുന്ന കൃതി ഏത്? ജ്ഞാനപ്പാന, ലീല, രമണൻ. ഉത്തരം ജ്ഞാനപ്പാന. സമൂഹത്തിന് കൈമോശം വന്ന മൂല്യങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട പ്രസ്ഥാനം ഏതായിരുന്നു? മണിപ്രവാള പ്രസ്ഥാനം, ഭക്തി പ്രസ്ഥാനം, ചെറുകഥാ പ്രസ്ഥാനം. സമൂഹത്തിന് കൈമോശം വന്ന മൂല്യങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഭക്തി പ്രസ്ഥാനം. മലയാളത്തിലെ ആദ്യ ജനകീയ കവി ആര്? കുഞ്ചൻ നമ്പ്യാർ. സഭാപ്രവേശം എന്ന പാഠഭാഗം ഏത് തുള്ളൽ വിഭാഗത്തിൽ പെടുന്നു? സഭാപ്രവേശം പറയൻ തുള്ളലാണ്. സഭാപ്രവേശം എന്നത് പറയൻ തുള്ളലാണ്. ഇന്ദ്രപ്രസ്ഥം കാണാനെത്തിയ ദുര്യോധനനും കൂട്ടർക്കും നേരിടുന്ന അമളികൾ അവതരിപ്പിക്കുന്ന നമ്പ്യാരുടെ രചന ഏത്? സഭാപ്രവേശം. ഇന്ദ്രപ്രസ്ഥം കാണാനെത്തിയ ദുര്യോധനനും കൂട്ടർക്കും നേരിടുന്ന അമളികൾ അവതരിപ്പിക്കുന്ന കവിതയാണ് കുഞ്ചൻ നമ്പ്യാരുടെ സഭാപ്രവേശം തുള്ളൽ. കൊഴിഞ്ഞ ഇലകൾ ഏത് സാഹിത്യ വിഭാഗമാണ്? ആത്മകഥ. കൊഴിഞ്ഞ ഇലകൾ ആത്മകഥയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ കുമാരനാശാൻ്റെ രചന ഏത്? രമണൻ, വീണപ്പൂവ്, കിളിക്കൊഞ്ചൽ. ഉത്തരം വീണപ്പൂവ്. കുമാരനാശാൻ്റെ രചനയാണ് വീണപ്പൂവ്. ചങ്ങമ്പുഴയെക്കുറിച്ചുള്ള ജീവചരിത്ര കൃതിയുടെ പേരെന്ത്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹം എന്ന കൃതി എഴുതിയത് ആര്? ഗാന്ധിജി. ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹം എന്ന രചന ഗാന്ധിജിയുടേതാണ്. പൊരിച്ചമീനിൻ്റെ മന്ത്രവാദിനി എന്ന പാഠഭാഗത്ത് വിവരിക്കുന്ന വിദേശ രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. പൊരിച്ചമീനിൻ്റെ മന്ത്രവാദിനി എന്ന പാഠഭാഗത്ത് വിവരിക്കുന്ന വിദേശ രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. താഴെ തന്നിരിക്കുന്നവയിൽ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ രചന ഏത്? മനസ്വിനി, കരിന്തിരി, വിട. വൈലോപ്പിള്ളിയുടെ രചനാസമാഹാരമാണ് വിട. വൈലോപ്പിള്ളിയുടെ കൃതി ഏതാണ്? വിടയാണ്. അനുകമ്പാ ദശകം ആരുടെ രചനയാണ്? ശ്രീനാരായണ ഗുരു. അനുകമ്പാ ദശകം ശ്രീനാരായണ ഗുരു. നീലക്കുയിലെ നിരാശയിൽ നീറും മനസ്സുമായി നീ മറഞ്ഞു. ഇവിടത്തെ നീലക്കുയിൽ ആരാണ്? ഇടപ്പള്ളി രാഘവൻ പിള്ള. നീലക്കുയിലെ നിരാശയാൽ നീറും മനസ്സുമായി നീ മറഞ്ഞു എന്നത് ഇടപ്പള്ളി രാഘവൻ പിള്ളയാണ് ഇവിടത്തെ നീലക്കുയിൽ. താഴെ പറയുന്നവയിൽ സമുദ്രതീര ടൂറിസ്റ്റ് കേന്ദ്രം ഏതാണ്? ഷെപ്സ്റ്റോൺ. ഉത്തരം ഷെപ്സ്റ്റോൺ ആണ് സമുദ്രതീര ടൂറിസ്റ്റ് കേന്ദ്രം. അസംഘടിത എന്ന കഥാസമാഹാരത്തിൻ്റെ കർത്താവ് ആര്? ഗീതാഹിരണ്യൻ. അസംഘടിത എന്ന കഥാസമാഹാരത്തിൻ്റെ കർത്താവ് ഗീതാഹിരണ്യൻ. വധൂവരന്മാരുടെ മാനസിക ഐക്യത്തെയും പ്രേമത്തിൻ്റെ ഔന്നിത്യത്തെയും ഗാർഹസ്ഥ്യത്തിൻ്റെ മഹനീയതയെയും വാഴ്ത്തിപ്പാടുന്ന വൈലോപ്പിള്ളിയുടെ രചനയാണ് ഉജ്ജ്വല മുഹൂർത്തം. വധൂവരന്മാരുടെ മാനസിക ഐക്യത്തെയും പ്രേമത്തിൻ്റെ ഔന്നിത്യത്തെയും ഗാർഹസ്ഥ്യത്തിൻ്റെ മഹനീയതയെയും വാഴ്ത്തിപ്പാടുന്ന വൈലോപ്പിള്ളിയുടെ രചനയാണ് ഉജ്ജ്വല മുഹൂർത്തം. വാസനാവികൃതി എന്ന ചെറുകഥയിലെ കേന്ദ്ര കഥാപാത്രം ആര്? ഇക്കണ്ടക്കുറുപ്പ്. വാസനാവികൃതി എന്ന ചെറുകഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് ഇക്കണ്ടക്കുറുപ്പ്. മലയാളത്തിലെ ആദ്യ ചെറുകഥ ഏത്? വാസനാവികൃതി. മലയാളത്തിലെ ആദ്യ ചെറുകഥയാണ് വാസനാവികൃതി. രണ്ട് കരങ്ങളും കൊട്ടിച്ചിരിച്ചത് ആര്? വൃഗോദരൻ അല്ലെങ്കിൽ ഭീമൻ. രണ്ട് കരങ്ങളും കൊട്ടിച്ചിരിച്ചത് വൃഗോദരൻ. ആരാണ് മുഖം മറച്ചു ചിരിച്ചത്?
ദ്രൗപദി അല്ലെങ്കിൽ പാഞ്ചാലി. ആരാണ് മുഖം മറച്ച് ചിരിച്ചത്? പാഞ്ചാലി അല്ലെങ്കിൽ ദ്രൗപദി. ഞങ്ങളുടെ നാട്ടിലെ തോട്ടിലെ വെള്ളം അങ്ങുള്ള വെള്ളത്തേക്കാൾ ഗുണമെന്നു. ആരുടേതാണ് ഈ വാക്കുകൾ? ഭീമൻ. ഞങ്ങളുടെ നാട്ടിലെ തോട്ടിലെ വെള്ളം അങ്ങുള്ള വെള്ളത്തേക്കാൾ ഗുണമെന്നു. സഭാപ്രവേശത്തിലെ വരികളാണ്. ഭീമൻ ദുര്യോധനോടായി ചോദിക്കുന്നതാണ് ഈ വാക്കുകൾ. വീരാളിപ്പട്ടുമുരച്ചുകയറ്റി വീരൻ പതുക്കെ പദം കൊണ്ടു തപ്പി. ഇവിടുത്തെ വീരൻ ആര്? ദുര്യോധനൻ. വീരാളിപ്പട്ടുമുരച്ചുകയറ്റി വീരൻ പതുക്കെ പദം കൊണ്ടു തപ്പി. ഇവിടുത്തെ വീരൻ ദുര്യോധനനാണ്. ചക്കി ചങ്കരം ആരുടെ രചനയാണ്? മുൻഷി രാമക്കുറുപ്പ്. ചക്കി ചങ്കരം മുൻഷി രാമക്കുറുപ്പിൻ്റെ രചനയാണ്. നാടകങ്ങളെ അപഹസിച്ചുകൊണ്ട് മുൻഷി രാമക്കുറുപ്പ് എഴുതിയ കൃതിയാണ് ചക്കി ചങ്കരം എന്നത്. വാക്കുകൾ എന്നത് ആരുടെ രചനയാണ്? EV കൃഷ്ണപിള്ള. വാക്കുകൾ EV കൃഷ്ണപിള്ള. ചിരിയും ചിന്തയും ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? നർമ്മോപന്യാസം. ചിരിയും ചിന്തയും നർമ്മോപന്യാസം എന്ന സാഹിത്യ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. EV കൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേരെന്ത്? ജീവിത സ്മരണകൾ. EV കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് ജീവിത സ്മരണകൾ. അടുത്ത ചോദ്യം, കേരളീയ നവോത്ഥാനത്തിൻ്റെ രാജശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ശ്രീനാരായണ ഗുരു. കേരളീയ നവോത്ഥാനത്തിൻ്റെ രാജശില്പിയാണ് ശ്രീനാരായണ ഗുരു. അജ്ഞതയിൽ നിന്നുള്ള മോചനത്തിന് മാനവഹൃദയത്തിൽ അടിസ്ഥാനപരമായി വേണ്ടത് കാരുണ്യമാണ് എന്ന സന്ദേശം നൽകുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ രചന ഏത്? അനുകമ്പ ദശകം. അജ്ഞതയിൽ നിന്നുള്ള മോചനത്തിന് മാനവഹൃദയത്തിൽ അടിസ്ഥാനപരമായി വേണ്ടത് കാരുണ്യമാണ് എന്ന സന്ദേശം നൽകുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ രചനയാണ് അനുകമ്പ ദശകം. ദൈവദശകത്തിൻ്റെ കർത്താവ് ആര്? ശ്രീനാരായണ ഗുരു. ദൈവദശകം എഴുതിയത് ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം, അശ്രുവാൽ കടൽ തീർത്ത ആദിമ കവിയാര്? വാത്മീകി. അശ്രുവാൽ കടൽ തീർത്ത ആദിമ കവി വാത്മീകി. അടുത്ത ചോദ്യം, കേട്ടു ഞാൻ സ്വയംവര വിധിയാൽ നീ രാമനെ വീട്ടുവു എന്ന്. ഈ വരികൾ ആരുടേതാണ്? അനസൂയ. ഇത് അനസൂയ സീതയോടായി പറയുന്നതാണ്. കേട്ടു ഞാൻ സ്വയംവര വിധിയാൽ നീ രാമനെ വീട്ടു. അറിവാൾ നരച്ചൊരി ശ്ലോകമൂകയാമമ്മ ആരാണ്? അനസൂയ. അറിവാൾ നരച്ചൊരി ശ്ലോകം മൂകയാമമ്മ എന്ന് പറയുന്നത് ഇവിടെ അനസൂയയാണ്. 10,000 വർഷം വൻ തപസ് നോറ്റവളാണ് അനസൂയ. 10,000 വർഷത്തോളം തപസ് ചെയ്തവളാണ് അനസൂയ. വനവാസകാലത്ത് രാമലക്ഷ്മണന്മാരും സീതയും ആരുടെ ആശ്രമത്തിലാണ് എത്തിയത്? അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ. അത്രി മഹർഷിയുടെ ആശ്രമത്തിലാണ് അവർ എത്തിയത്. ഉജ്ജലമുഹൂർത്തം എന്ന കവിത ഏത് രചനയെ ഇതിവൃത്തമാക്കി എഴുതിയതാണ്? വാത്മീകി രാമായണത്തെ ഉപജീവിച്ചെഴുതിയ കൃതിയാണ്. ശ്രീ ഭഗവതി ഗീതാഹിരണ്യൻ്റെ ചെറുകഥയാണ്. ശ്രീ ഭഗവതി ഗീതാഹിരണ്യൻ്റെ ചെറുകഥയാണ്. കൊഞ്ചലിൻ്റെ രാജകുമാരി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ശ്രീ ഭഗവതി എന്ന ചെറുകഥയിലെ മകളാണ് കൊഞ്ചലിൻ്റെ രാജകുമാരി. കൊഞ്ചലിൻ്റെ രാജകുമാരി ശ്രീ ഭഗവതി എന്ന കഥയിലെ മകൾ. നീയാ എൻ്റെ ശ്രീ ഭഗവതി എന്ന് ഭർത്താവ് പറയാൻ ഇടയായ സാഹചര്യം ഭാര്യയെ സമാശ്വസിപ്പിക്കാനുള്ള തന്ത്രം എന്ന നിലയിൽ. ഭാര്യയെ സമാശ്വസിപ്പിക്കാനുള്ള തന്ത്രം എന്ന നിലയിലാണ്. പറ, എങ്ങോട്ടാ തെണ്ടാൻ പോയത്? ഇത് ആരുടെ വാക്കുകൾ? ശ്രീ ഭഗവതിയിലെ ഭാര്യയുടെ വാക്കുകളാണ്. പറ, എങ്ങോട്ടാ തെണ്ടാൻ പോയത്? അടുത്ത ചോദ്യം, പിന്നെന്തൊക്കെ കാര്യത്തിനാ എന്നെ കാത്തത്? ശ്രീ ഭഗവതി എന്ന ചെറുകഥയിലെ ഭർത്താവിൻ്റെ വാക്കുകളാണ് ഇത്. പുരുഷ മേധാവിത്വ സമൂഹത്തിലെ പെണ്ണ് എന്ന വീട്ടുമൃഗത്തെയാണ് ഗീതാഹിരണ്യൻ ശ്രീ ഭഗവതി എന്ന ചെറുകഥയിൽ അവതരിപ്പിക്കുന്നത്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം
ആരുടെ രചനയാണ്? MK സാനു. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്നത് MK സാനുവിൻ്റെ രചനയാണ്. അതുപോലെ തന്നെ മണിനാദം എന്ന രചന ഇടപ്പള്ളി രാഘവൻ പിള്ള. മണിനാദം ഇടപ്പള്ളി രാഘവൻ പിള്ള. രമണൻ എന്ന കാവ്യം രചിച്ചത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. നാളത്തെ പ്രഭാതം ഇടപ്പള്ളി രാഘവൻ പിള്ള. ഇടപ്പള്ളി രാഘവൻ പിള്ളയുടേതാണ് നാളത്തെ പ്രഭാതം എന്ന കവിത. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, മധുര നാരങ്ങ പോലെ വിറ്റ് തീർന്ന ചങ്ങമ്പുഴയുടെ രചന ഏത്? രമണൻ. മധുര നാരങ്ങ പോലെ വിറ്റ് തീർന്ന ചങ്ങമ്പുഴയുടെ രചനയാണ് രമണൻ എന്ന കാവ്യം. കരിന്തിരി എന്ന ലേഖന സമാഹാരം ആരുടെ രചനയാണ്? ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര്? ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയുടെ പേരെന്ത്? കൊഴിഞ്ഞ ഇലകൾ. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. കൊച്ചി സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരി. കൊച്ചിൻ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആയിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. ഇളങ്കോ അടികൾ രചിച്ച തമിഴ് മഹാകാവ്യം ഏത്? ചിലപ്പതികാരം. ഇളങ്കോ അടികൾ രചിച്ച തമിഴ് മഹാകാവ്യമാണ് ചിലപ്പതികാരം. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ 2 ക്ലാസ്സുകളിലായി ചർച്ച ചെയ്തത്. എല്ലാവരും ഇത് കേട്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റുമൊക്കെ പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.